ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സ്റ്റാറ്റിക് റൂട്ട് കോൺഫിഗറേഷൻ ആണ്. ഒരു നോർമൽ റൂട്ടിംഗ് ആണ് സ്റ്റാറ്റിക് റൂട്ട് കോൺഫിഗറേഷൻ. എക്സിസ്റ്റിംഗ് റൂട്ടിംഗ് ടേബിളിലേക്ക് നമ്മൾ മാനുവലായി ഒരു റൂട്ട് പാത്ത് പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സാണ് സ്റ്റാറ്റിക് റൂട്ടിംഗ്. സ്റ്റാറ്റിക് റൂട്ടിംഗ് യൂസ് ചെയ്ത് നമുക്ക് പിയർ ടു പിയർ ലിങ്കുകൾ, MPLS ലിങ്കുകൾ, ഇൻ്റർനെറ്റ് കോൺഫിഗറേഷൻ തുടങ്ങിയവ ചെയ്യാവുന്നതാണ്. സോ നമുക്കതിൻ്റെ കോൺഫിഗറേഷൻ പാർട്ട് ഒന്ന് നോക്കാം. നമുക്കിനി കോൺഫിഗറേഷൻ പാർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ നെറ്റ്വർക്കിന് വേണ്ടി ഒരു പ്ലാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്കിൽ വരുന്നത് ഒരു ഹെഡ് ഓഫീസ്, ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2. ഹെഡ് ഓഫീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192.168.0. റേഞ്ച് ആണ്. ഹെഡ് ഓഫീസ് നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേ 0.1. ഹെഡ് ഓഫീസിൽ ഒരു സെർവർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് 0.100. പോയിന്റ് ടു പോയിന്റ് ലിങ്ക്, ബ്രാഞ്ചിലേക്കുള്ള ലിങ്ക് 10.1. ബ്രാഞ്ച് 1ൻ്റെ ഓഫീസ് നെറ്റ്വർക്ക് 1.0 നെറ്റ്വർക്ക്. 1.1 ആണ് അതിൻ്റെ ഗേറ്റ് വേ. അവിടുത്തെ സിസ്റ്റം 1.2. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്കുള്ള ലിങ്ക് 10.2. അതുപോലെ തന്നെ ബ്രാഞ്ച് 2ൻ്റെ നെറ്റ്വർക്ക് 2.0, അതിൻ്റെ ഗേറ്റ് വേ 2.1, ബ്രാഞ്ച് സിസ്റ്റം 2.2. ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്കുള്ള ലിങ്ക് 10.3. ഇനി നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് മേക്ക് ചെയ്യാം. ടോട്ടൽ 3 റൗട്ടറുകളാണ് നമ്മുടെ നെറ്റ്വർക്കിലുള്ളത്. ഇനി നമുക്ക് സ്വിച്ചുകൾ ആഡ് ചെയ്യാം. ബ്രാഞ്ചിലൊരു സ്വിച്ച്, ഹെഡ് ഓഫീസിൽ ഇൻറ്റേർണൽ സ്വിച്ച് ഒരെണ്ണം, ബ്രാഞ്ച് 2ലും ഒരു സ്വിച്ച്, ബ്രാഞ്ച് 1ലൊരു PC, ബ്രാഞ്ച് 2ലൊരു PC, അതുപോലെ ഹെഡ് ഓഫീസിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ. ഒരു പാർട്ട് കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഹെഡ് ഓഫീസിൽ പോയിന്റ് ടു പോയിന്റ് ലിങ്കുകൾ കണക്ട് ചെയ്യുന്ന ഒരു സ്വിച്ച്. ഈ സ്വിച്ച് ചിലപ്പോൾ നമ്മുടെ കസ്റ്റമർ എൻഡിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ISP ടീമിൻ്റെ ഡാറ്റാ സെൻറ്ററിലായിരിക്കും. ഡിവൈസുകളെല്ലാം നമുക്കിനി നെയിം ചെയ്യാം. ബ്രാഞ്ച് 1 ചെയ്തു. ഇനി നമുക്ക് ഹെഡ് ഓഫീസ് റൗട്ടർ, ബ്രാഞ്ച് റൗട്ടർ 2ൻ്റെ റൗട്ടർ നമുക്ക് നെയിം ചെയ്യാം. ബ്രാഞ്ച് 2. ഇത് പോയിന്റ് ടു പോയിന്റ് ലിങ്ക്, അതായത് ബ്രാഞ്ചുകളിൽ നിന്നുള്ള ലിങ്ക് ഈ സ്വിച്ചിലായിരിക്കും ടെർമിനേറ്റ് ചെയ്യുന്നത്. സ്വിച്ചിൽ നിന്ന് നമ്മളുടെ ഹെഡ് ഓഫീസിൻ്റെ റൗട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് 1ൻ്റെ ഇൻറ്റേർണൽ സ്വിച്ച്, ബ്രാഞ്ചിലെ സിസ്റ്റം. ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെമോ പർപ്പസ് ആയിട്ട് ഒരു സിസ്റ്റമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2-3 സിസ്റ്റംസ് ആഡ് ചെയ്യാം. ഹെഡ് ഓഫീസിലെ സ്വിച്ച്, ഇൻറ്റേർണൽ സ്വിച്ച്, ഹെഡ് ഓഫീസിലെ റൗട്ടറും സെർവറും തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻറ്റേർണൽ സ്വിച്ച്, ഹെഡ് ഓഫീസിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ, അതുപോലെ ബ്രാഞ്ച് 2ൻ്റെ ഇൻറ്റേർണൽ സ്വിച്ച്, ബ്രാഞ്ച് 2ൻ്റെ PC നമുക്ക് നെയിം ചെയ്യാം. ബ്രാഞ്ച് 2 സ്വിച്ച്, ദെൻ ബ്രാഞ്ച് 2ൻ്റെ ഇൻറ്റേർണൽ PC. ബ്രാഞ്ച് 2 PC. ഡിവൈസുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാം. പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് പോർട്ട്സ് ആണ് നമ്മളെല്ലാത്തിനും സെലക്ട് ചെയ്യുന്നത്. ബ്രാഞ്ചിലും ഹെഡ് ഓഫീസിലും പോയിന്റ് ടു പോയിന്റ് ലിങ്ക് കണക്ട് ചെയ്യുന്നത് ജിഗാബൈറ്റ് എതർനെറ്റ് 0 പോർട്ടിലാണ്. ബ്രാഞ്ച് 1ലും 2ലും ഹെഡ് ഓഫീസിലും ജിഗാബൈറ്റ് എതർനെറ്റ് 0യിലാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് ലിങ്ക് കണക്ട് ചെയ്യുന്നത്. 0യിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് 2ൻ്റെയും 0, ഹെഡ് ഓഫീസിൻ്റെയും 0. അപ്പോൾ നമുക്ക് ആ കോൺഫിഗറേഷൻ ഇച്ചിലൂടെ ഈസി ആകും. ബ്രാഞ്ചുകളിലെ LAN ജിഗാബൈറ്റ് എതർനെറ്റ് 1ലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദെൻ ബ്രാഞ്ച് സിസ്റ്റത്തിൽ നിന്നും സ്വിച്ചിലേക്കുള്ള കണക്ടിവിറ്റി സെയിം തന്നെ. ഹെഡ് ഓഫീസിൽ ജിഗാബൈറ്റ് എതർനെറ്റ് 1, ദെൻ അവിടെ നിന്ന് സെർവറിലേക്ക്. ബ്രാഞ്ച് 2 കൂടെ നമുക്ക് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാം. കണക്ടിവിറ്റി എല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം.
കുറച്ചുകൂടെ വ്യൂ ഈസിയാണ്. ഇനി നമുക്ക് കോൺഫിഗറേഷൻ പാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ കോൺഫിഗറേഷനാണ് ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൻ്റെ ഗേറ്റ് വേയും ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്കുള്ള പോയിന്റ് പോയിന്റ് ലിങ്ക് കോൺഫിഗറേഷനാണ് നമ്മൾ ഇൻ്റർഫേസിൽ ആദ്യം ചെയ്യുന്നത്. ഹെഡ് ഓഫീസിൻ്റെ റൗട്ടിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനിഷ്യൽ കോൺഫിഗറേഷൻ നോ എനേബിൾ ചെയ്യാം. കോൺഫിഗറേഷൻ ടെർമിനൽ കയറുന്നു. ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യാം ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടി. ഇനി ഇൻ്റർഫേസ് ആദ്യം നമുക്ക് ലാൻ ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്യാം. 0/1 IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നു. 192.168.0.1 24 ആണ് നമ്മുടെ സബ്നെറ്റ്. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യാം. ലാൻ ഇൻ്റർഫേസ് കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് പോയിന്റ് ടു പോയിന്റ് ലിങ്ക് കോൺഫിഗർ ചെയ്യാം. ഈ ഇൻ്റർഫേസിൽ നിന്നാണ് സ്വിച്ചിലേക്ക് പോകുന്നത്. സ്വിച്ചിൽ നിന്ന് 2 ബ്രാഞ്ചിലേക്കും പോകുന്നു. 0/0 IP അഡ്രസ് 10.10.10.1 24 സബ്നെറ്റ്. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്യാം. റൈറ്റ് നമ്പർ. ഹെഡ് ഓഫീസിൻ്റെ പോയിന്റും ലാനും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രാഞ്ച് 1ൻ്റെ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാം. അവിടുത്തെ ഗേറ്റ് വേയും കോൺഫിഗർ ചെയ്യാം. അവിടുന്ന് ഹെഡ് ഓഫീസിലേക്കുള്ള ലിങ്കും കോൺഫിഗർ ചെയ്യാം. സോ ബ്രാഞ്ച് 1ൻ്റെ റൗട്ടിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ. സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. ഇൻ്റർഫേസ് ജിഗാബൈറ്റ് എതർനെറ്റ് 0/0/1 IP അഡ്രസ് 192.168.1.1. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യാം. ഇൻ്റർഫേസ് ജിഗാബൈറ്റ് എതർനെറ്റ് 0/0. ഈ പോർട്ടിൽ നിന്നാണ് ഹെഡ് ഓഫീസിലുള്ള P2P ലിങ്കിലേക്ക് നമ്മൾ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 10.2 24 സബ്നെറ്റ്. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെയും കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഹോസ്റ്റ് നെയിം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ബ്രാഞ്ച് 1. ബ്രാഞ്ച് 1ൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്യാം. നമുക്കിനി ബ്രാഞ്ച് 2ലെ ഗേറ്റ് വേയും P2P ലിങ്ക് IP കോൺഫിഗർ ചെയ്യാം. 2.series 10.3. ബ്രാഞ്ച് 3 റൗട്ടിലേക്ക് ലോഗിൻ ചെയ്യാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ. ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യാം. ബ്രാഞ്ച് 2. ഇൻ്റർഫേസ് 1 എഡിറ്റ് ചെയ്യുന്നു. IP അഡ്രസ് സെറ്റ് ചെയ്യുന്നു. ലാൻ IP സെറ്റ് ചെയ്യുന്നു. 2.1/24 സബ്നെറ്റ്. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യുന്നു. അടുത്ത ഇൻ്റർഫേസ് ജിഗാബൈറ്റ് എതർനെറ്റ് 0 ലോഗിൻ ചെയ്യാം. IP അഡ്രസ് 10.10.10.3 24 സബ്നെറ്റ്. നോ ഷട്ട് ഡൗൺ അപ്ലൈ ചെയ്യുന്നു. കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്യുന്നു. സോ ബ്രാഞ്ച് 1 2 ഹെഡ് ഓഫീസിൻ്റെ ലാൻ ഇൻ്റർഫേസും P2P ഇൻ്റർഫേസും നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ചുകളിലെയും ഹെഡ് ഓഫീസിലെയും സിസ്റ്റംസ്, ഹെഡ് ഓഫീസിലെ സെർവർ, ബ്രാഞ്ചുകളിലെ സിസ്റ്റത്തിൻ്റെ IP നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹെഡ് ഓഫീസിലെ സെർവറിന് IP സെറ്റ് ചെയ്യാം. കോൺഫിഗർ എടുക്കുക. ഫാസ്റ്റ് എതർനെറ്റ് 192.168.0.100 ആണ് ഹെഡ് ഓഫീസിലെ സെർവർ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന IP. അതിൻ്റെ ഗേറ്റ് വേ സെറ്റ് ചെയ്യുക. നമ്മുടെ റൗട്ടറിൻ്റെ ജിഗാബൈറ്റ് 1ൻ്റെ IP. കോൺഫിഗറേഷൻ ഒന്ന് വെരിഫൈ ചെയ്യാം. IP കോൺഫിഗ് നമ്മൾ പ്ലാൻ ചെയ്ത IP തന്നെ കൊടുക്കുന്നുണ്ട്. റൗട്ടറിലേക്ക് ആക്സസ് ഉണ്ടോ എന്ന് നോക്കാം. 0.1 ഹെഡ് ഓഫീസിലെ റൗട്ടറും സെർവറും തമ്മിലുള്ള കണക്ടിവിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സെയിം വേ തന്നെ നമുക്ക് ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം കോൺഫിഗർ ചെയ്യാം. ബ്രാഞ്ച് 1 192.168.1.2 7 മാസ്ക് കൊടുത്തു. ഗേറ്റ് വേ 1.1 അപ്ലൈ ചെയ്തു. സെയിം കോൺഫിഗറേഷൻ ഒന്ന് വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ബ്രാഞ്ച് PC-യിൽ നിന്ന് ബ്രാഞ്ച് റൗട്ടറിലേക്കുള്ള കണക്ടിവിറ്റി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാം. കണക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ച് 2 കോൺഫിഗർ ചെയ്യാം.
192.168.2.2 സബ്നെറ്റ് മാസ്ക് സെറ്റ് ചെയ്തു. IP അഡ്രസ് 192.168.2.1 ഗേറ്റ് വേ. കോൺഫിഗറേഷൻ വെരിഫൈ ചെയ്യാം. കണക്ടിവിറ്റി ചെക്ക് ചെയ്യാം. റൗട്ടറിലേക്കുള്ള 2.1 യെസ് അവൈലബിൾ ആണ്. സോ സെർവറിൻ്റെ കോൺഫിഗറേഷൻ, സിസ്റ്റംസിൻ്റെ കോൺഫിഗറേഷൻ, അതുപോലെ റൗട്ടേഴ്സിൻ്റെ ബേസിക് IP കോൺഫിഗറേഷൻ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് റൂട്ടിംഗ് കോൺഫിഗറേഷൻ ആണ്. ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചുകളിൽ നമുക്ക് സ്റ്റാറ്റിക് റൂട്ട് ആഡ് ചെയ്യണം. ഹെഡ് ഓഫീസിൽ ആഡ് ചെയ്യേണ്ട സ്റ്റാറ്റിക് റൂട്ടുകൾ ബ്രാഞ്ച് 1ൻ്റെ നെറ്റ്വർക്ക് 192.168.1.0 24 സബ്നെറ്റ് റൂട്ട് ചെയ്യേണ്ട ഗേറ്റ് വേ എന്ന് പറയുന്നത് ബ്രാഞ്ച് 1ൻ്റെ പിയർ ടു പിയർ ലിങ്കിൻ്റെ IP അഡ്രസ്, അതായത് 10.2. അടുത്തായി ബ്രാഞ്ച് 2ൻ്റെ 192.168.2.0 255 സബ്നെറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ബ്രാഞ്ച് 2ൻ്റെ പിയർ ടു പിയർ ലിങ്ക്, ബ്രാഞ്ച് 2ൻ്റെ പിയർ ടു പിയർ ലിങ്ക് ഗേറ്റ് വേ എന്ന് പറയുന്നത് 10.3 ആണ്. സോറി 10.1 അല്ല, 10.3 ആഡ് ചെയ്യാം. ഹെഡ് ഓഫീസ് റൗട്ടറിൽ ലോഗിൻ ചെയ്യാം. ഹെഡ് ഓഫീസിൽ റൗട്ടറിൽ ഇരുന്നുകൊണ്ട് നമ്മൾ 2 ബ്രാഞ്ചിലേക്കുള്ള റൂട്ട് ആഡ് ചെയ്യുകയാണ്. IP സ്പേസ് റൂട്ട് സ്പേസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവൈലബിലിറ്റി അറിയാൻ പറ്റിയതൊക്കെയാണ്. ഡെസ്റ്റിനേഷൻ നമുക്ക് എങ്ങോട്ടാണോ ട്രാഫിക്ക് പോകേണ്ടത് 192.168.1.0 ഡെസ്റ്റിനേഷൻ മാസ്ക്, ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിൻ്റെ മാസ്ക് 255.255.250.0 ആ നെറ്റ്വർക്ക് അവൈലബിൾ ആയിട്ടുള്ള റൗട്ടർ, അതായത് ഫോർവേഡിംഗ് റൗട്ടർ അഡ്രസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് 1ൻ്റെ പിയർ ടു പിയർ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന IP, അതായത് 10.10.10.2. സെയിം വേ തന്നെ ബ്രാഞ്ച് 2ൻ്റെയും റൂട്ട് ആഡ് ചെയ്യുക. 2.0 സബ്നെറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 10.10.10.3 ബ്രാഞ്ച് 2ൻ്റെ പിയറിൻ്റെ IP അഡ്രസ്. കോൺഫിഗറേഷൻ റൈറ്റ് ചെയ്തു. ഹെഡ് ഓഫീസിൻ്റെ കണക്ടിവിറ്റിയും റൂട്ടിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം ആഡ് ചെയ്യണം. ബ്രാഞ്ച് 1ൻ്റെയും ബ്രാഞ്ച് 2ൻ്റെയും റൂട്ട് സെയിം തന്നെയാണ്. കാരണം അവർക്ക് 2 പേരുടെയും ആ 2 റൂട്ടേഴ്സും ഹെഡ് ഓഫീസിലേക്കാണ് ട്രാഫിക് റൂട്ട് ചെയ്യേണ്ടത്. സോ ഹെഡ് ഓഫീസിൻ്റെ IPയും നെറ്റ്വർക്ക് റേഞ്ചും ഹെഡ് ഓഫീസിലെ പിയർ ടു പിയർ ലിങ്കിന് കോൺഫിഗർ ചെയ്തിരിക്കുന്ന IP 10.10.1ലേക്ക് നമുക്ക് റൂട്ട് ആഡ് ചെയ്യാം. ബ്രാഞ്ച് 1ൽ ലോഗിൻ ചെയ്യുന്നു. കോൺഫിഗർ ടെർമിനൽ IP റൂട്ട് 192.168.0.0 ഹെഡ് ഓഫീസിൻ്റെ സബ്നെറ്റ് 255.255.250.0 ഹെഡ് ഓഫീസിൻ്റെ P2P ലിങ്കിൻ്റെ IP 10.10.1 എൻ്റെ റൈറ്റ് ചെയ്യാം. സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്ത് അപ്പുറത്തേക്ക് അപ്ലൈ ചെയ്യാം. സെയിം കോൺഫിഗറേഷൻ തന്നെയാണ്. സോ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 3 റൗട്ടേഴ്സിലും അതായത് റൂട്ട് പാത്തുകൾ എക്സിസ്റ്റിംഗ് റൂട്ടിംഗ് ടേബിളിലേക്ക് നമ്മൾ മാനുവലായിട്ട് ഒരു പർട്ടിക്കുലർ റൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ റൗട്ടറിൽ വരുന്ന ട്രാഫിക്ക് ഈ റൂട്ടിംഗ് ടേബിൾ നോക്കി യോജിച്ച ഗേറ്റ്വേയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ കോൺഫിഗറേഷൻസ് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഹെഡ് ഓഫീസ് റൗട്ടർ തന്നെ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഷോ റണ്ണിങ് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. പിയർ ടു പിയർ IP നമ്മൾ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. LAN IP നമ്മൾ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് 1ലേക്കും ബ്രാഞ്ച് 2ലേക്കുമുള്ള റൂട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഹെഡ് ഓഫീസിൻ്റെ കോൺഫിഗറേഷൻ ഓക്കെയാണ്. ഇനി നമുക്ക് ബ്രാഞ്ച് 1ൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. റണ്ണിങ് കോൺഫിഗറേഷൻ 10.2 പിയർ ലിങ്ക് IP കറക്റ്റാണ്. LAN IP നമ്മൾ പ്രോപ്പറായി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലേക്കുള്ള റൂട്ടും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് 2 റൗട്ടിൻ്റെയും കൂടെ റണ്ണിങ് കോൺഫിഗറേഷൻ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. IP പിയർ IP കറക്റ്റാണ്, LAN IP കറക്റ്റാണ്. അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലേക്ക് റൂട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെഡ് ഓഫീസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഹെഡ് ഓഫീസിൻ്റെ റൗട്ടിൽ നിന്നുകൊണ്ട്
ബ്രാഞ്ച് 1ൻ്റെ ഗേറ്റ് വേ എന്ന് ആക്സസ് നോക്കാം. 1.1ലേക്കുള്ള പിങ് യെസ് അവൈലബിൾ ആണ്, സക്സസ്. ബ്രാഞ്ച് 1ൻ്റെ സിസ്റ്റത്തിൻ്റെ IP ഒന്ന് പിങ് ചെയ്യാം. അതുപോലെ ബ്രാഞ്ച് 2ൻ്റെ ഗേറ്റ് വേയും ബ്രാഞ്ച് 2ൻ്റെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൻ്റെ IP നമുക്കൊന്ന് പിങ് ചെയ്യാം. സോ ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്കുള്ള കണക്ടിവിറ്റി ഓക്കെയാണ്. ഇനി നമുക്ക് 2 ബ്രാഞ്ചിൽ നിന്നും ട്രാഫിക് ജനറേറ്റ് ചെയ്യാം. ഹെഡ് ഓഫീസിലെ സെർവറിൻ്റെ IP 192.168.0.100. ഓരോ സെക്കൻഡ് എടുത്ത് നമുക്കൊരു പിങ് സെൻഡ് ചെയ്യാം. ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബ്രാഞ്ച് 2ൽ നിന്നും നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാം. ഹെഡ് ഓഫീസിൻ്റെ IP 192.168.0.100 ഹെഡ് ഓഫീസിലെ സെർവർ. ഒരു സെക്കൻഡ് എടുത്ത് ഹെഡ് ഓഫീസിൻ്റെ സെർവറിൻ്റെ IP നമ്മൾ കറക്റ്റാണോ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തേക്കാം. പിങ് അല്ല, യെസ് IP നമ്മൾ 0.100 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ട്രാഫിക് ഫ്ലോ ഒന്ന് ചെക്ക് ചെയ്യാം. ICMP ട്രാഫിക് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്യാം, കാരണം ഇതിൽ ARP ഒത്തിരി പാക്കറ്റ്സ് കയറി വരും. സോ ICMP പാക്കറ്റ്സ് മാത്രം നമുക്കൊന്ന് മോണിറ്റർ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. റെസ്പോൺസ് സെർവറിലേക്ക് എത്തുന്നുണ്ട്, സക്സസ്ഫുള്ളി എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഡയഗ്രാമിലത് വ്യക്തമായി കാണാൻ തോന്നും. സോ ബ്രാഞ്ചിൻ്റെ സിസ്റ്റത്തിൽ നിന്നും ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നു, ബ്രാഞ്ചിലെ സ്വിച്ചിലെത്തുന്നു, ബ്രാഞ്ചിലെ റൗട്ടറിലെത്തുന്നു, പിയർ ടു പിയർ സ്വിച്ചിലെത്തുന്നു, ഹെഡ് ഓഫീസ് റൗട്ടറിലെത്തുന്നു, ഇൻറ്റേർണൽ സ്വിച്ചിലെത്തുന്നു, സെർവറിൽ റീച്ച് ചെയ്യുന്നു. സോ കോൺഫിഗറേഷൻ സക്സസ്ഫുൾ ആണ്. ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.